രോഗി എഴുന്നേക്കടോ. നാടല്ലടാ, കാലിലെ കെട്ടൂരിപ്പോ. എന്തുണ്ടടാ കളക്ഷൻ? ഇന്ന് വലിയ ഗുണം പോരാ മുതലാളി. ഗുണം പിടിക്കണമെങ്കിൽ ഉറക്കെ നിലവിളിക്കണവടാ. നിലവിളിച്ച് ചങ്ക് പൊട്ടി. പൊട്ടട്ടെ, ചുമ്മാ പൊട്ടട്ടെ. ചുമ്മാ അല്ലല്ലോ, ദിവസവും ശമ്പളം എണ്ണി തരുന്നില്ലേ? നല്ലപോലെ വിളിക്കാം മുതലാളി. ആ, പിന്നൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി പണ്ടത്തെ പോലെ കളക്ഷനും തന്നാ പോരാ. സൈക്കിൾ വാങ്ങിച്ചിരിക്കുകയാണ്, കണ്ടല്ലോ. ആ, നില മാറുന്ന അനുസരിച്ച് തെണ്ടണം. അയ്യോ, കണ്ണു കാണാൻ വയ്യേ. കണ്ണല്ലടാ, കാല്. അതെ, കാല് വയ്യാത്തവനാണ്. അയ്യോ, എന്റെ കാലും പോയേ. ഉരുടനാണേ വല്ലതും തരണേ, ഉരുടനാണേ വല്ലതും തരണേ. കണ്ണൂർക്കടാ, ഇത് ഞാനാ മുതലാളി. അയ്യോ, മുതലാളിയോ? എന്തുണ്ടേ കളക്ഷൻ? ഇത്രേ കിട്ടിയുള്ളൂ മുതലാളി. ഇത്രേ കിട്ടിയുള്ളൂ. നീയാണ് എന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കള്ളത്തണ്ടി. നാളെ മുതൽ കളക്ഷൻ കുറഞ്ഞാ എനക്കെന്നെ അറിയാമല്ലോ. എന്റെ പ്രകൃതം മാറും. വിളിയടാ മുതലാളി. എന്നെ അല്ലടാ, കണ്ണു കാണാൻ വയ്യാന്ന് വിളി. രണ്ട് കണ്ണും കാണാൻ വയ്യാത്തവനാണേ, വല്ലതും തരണേ. ഹലോ ഹലോ, ലതയാണോ? എവിടുന്നാ? ഓക്കെ ലതേ, ഞാൻ അങ്ങോട്ട് വരണമെന്ന്. ലത പറയൂ. ശരി, ഞാൻ ഇപ്പൊ വന്നേക്കാം. ഹലോ, ആ റൂം നമ്പർ 23 ഒന്ന് വേണമല്ലോ. ഹലോ, സതീഷല്ലേ? ആ, ഓക്കെ, ഞാൻ ഇപ്പൊ വരാം. അതേടാ. ഇന്ന് നമുക്കൊരു പടത്തിന് പോകാം. ലവ് സ്റ്റോറിക്ക് ഞാൻ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏത് ഷോയ്ക്കാ? 3 മണിക്കുള്ള മാറ്റിനിക്ക്. ഇപ്പോ മണി 1 ആയുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാനുള്ളത്, ഇവിടെ അടുത്ത ഹോട്ടലിൽ എന്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. ദുബായിൽ നിന്ന് വന്നതാ. നമുക്കൊന്ന് പോയി കണ്ടേച്ചു വരാം. വേണ്ട, ഞാനില്ല. ഒരു 5 മിനിറ്റ് കണ്ട് സംസാരിച്ചിട്ട് തിരിച്ചു പോരാം. അവനിന്ന് വൈകിട്ട് മടങ്ങിപ്പോവും. രാവിലെ മുതൽ ഫോണിൽ വിളിക്കുന്നതാ. പ്ലീസ്. ശരി, വേഗം തിരിച്ചു പോരണം. ഓക്കെ ഓക്കെ. വരൂ. ഹലോ, ഇതാരും മോഹനോ? വരൂ, ഇരിക്കൂ. ഇരിക്കൂ. അല്ല, ഇതാര്? തന്റെ വൈഫോ? വൈഫായില്ല, വിവാഹം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. പേര് ലത. ആ, ലതേ, ഇതെന്റെ ഒരു പഴയ സുഹൃത്താണ്, മിസ്റ്റർ സതീഷ്. ദുബായിക്കാരനാ. ആ, തനിക്കെന്താണ് ഒരു പ്രയാസം? ഒന്നുമില്ല. ഇവരുമായി വരുന്ന കാര്യം തനിക്കൊന്ന് നേരത്തെ വിളിച്ച് പറയാമായിരുന്നല്ലോ. ഓ, അപ്പൊ വിളിച്ച് അനുഭവം ചോദിച്ചിട്ടേ വരാൻ പാടുള്ളൂ. അല്ല, പിന്നെ എനിക്ക് എയർപോർട്ട് വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അത് ശരി, അപ്പൊ ഞങ്ങൾ പോകണം അല്ലേ? ശരി, പോവാ. ഇരിക്കടോ, താൻ എന്തൊരാളാ. ഞാൻ അവനെ കണ്ടിട്ട് 1 മണിക്കൂറിനുള്ളിൽ വരും. അതിനായി. അപ്പൊ പോയിട്ട് വാ. പിന്നെ ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് പോയിക്കളല്ലേ? വേണ്ടായിരുന്നു, നമുക്ക് പോകാം. അത് ശരിയല്ല. ഇനി അവൻ വന്നിട്ട് നമുക്ക് പോകാം. എന്തിനാ കഥ കടയ്ക്കുന്നേ? അതെ, ഹോട്ടലല്ലേ, വരുന്നവരും പോകുന്നവരും ഒക്കെ നോക്കിക്കൊണ്ടു പോവും. പ്രത്യേകിച്ചും ഒരു പെണ്ണിരിക്കുന്ന കണ്ടാൽ.
അയ്യോ കളക്ഷൻ ഇട. എന്താടോ അത് 12 രൂപയോ? ഇതുകൊണ്ട് എന്റെ സ്കൂട്ടറിന് പെട്രോൾ അടിക്കാൻ പോലും തികയില്ലല്ലോ. എന്താണ് എന്റെ ഉദ്ദേശം? തന്നെ കൊണ്ട് പറ്റില്ലേ പറ, ഞാൻ ചെയ്തോളാം. എനിക്ക് നല്ല സുന്ദരമായിട്ട് തെണ്ടാ അറിയാം. വൈകുന്നേരം നമ്മളേക്കും കളക്ഷൻ കൂടും. ശരി ശരി, നല്ലപോലെ അധ്വാനിക്കണം. നിങ്ങളെയൊക്കെ വിശ്വസിച്ചാ ഞാൻ ഈ സ്കൂട്ടർ വാങ്ങിയത്. ഇടോ, നടന്നു വരുമ്പോഴും സൈക്കിൾ വരുമ്പോഴും സ്കൂട്ടർ വരുമ്പോഴും എല്ലാം ഒരേ കണക്കിലാണല്ലോ താൻ കളക്ഷൻ തരുന്നത്. വെറുതെ വീണ്ടും എന്നെ തെണ്ടിയാക്കരുത്. നീ മറ്റുള്ളവന്മാരൊക്കെ നോക്കിയിട്ട് വരാ. വിളിക്കടോ, കൈ അതിനകത്തോട്ട് ഇട്ടിട്ട് വിളി. ഇടാ മുതലാളി. അയ്യോ, കാർ അപകടത്തിലൊടിഞ്ഞ കയ്യാണേ. കൈയുള്ളവരെ ഈ കൈയില്ലാത്തവരെ അയ്യോ. ചിത്ര തിയേറ്ററിൽ ഒരു പടം ഓടുന്നുണ്ട്, ഗംഭീര പടവാ. ഞാൻ 2-3 പ്രാവശ്യം കണ്ടതാ. എത്ര കണ്ടാലും മതിയാവില്ല. പറഞ്ഞില്ലല്ലോ മുതലാളി. അയ്യോ, ആര് പറഞ്ഞാ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് തണ്ടാൻ? മുതലാളി, 2 പേരും ഒരുമിച്ചിരുന്നാലേ കളക്ഷൻ കൂടൂ. ആഹാ, എടോ, തെണ്ടുന്നതിനെ കുറിച്ച് താൻ കൂടുതലൊന്നും എന്നോട് പറയരുത്. എവിടെ ഇരുന്ന് എങ്ങനെ തന്റെ ആ കളക്ഷൻ കൂടുമെന്ന് എനിക്കറിയാം. തന്നെ പഠിപ്പിക്കരുത്. ഡേ, നീ ആശുപത്രിക്ക് പോ, കളക്ഷൻ ഇട്. ആ വെക്കോ, നിന്റെ കളക്ഷൻ എവിടെ? കാല് മാറ്റടേ. ഫിൽറ്റർ വിൽസ്. എടോ, 50 പേരെ വെച്ച് തെണ്ടിപ്പിക്കുന്ന ഞാൻ വലിക്കുന്ന ചാർമിനാർ. 50 പേരിൽ ഒരു തെണ്ടിയായ താൻ വലിക്കുന്ന ഫിൽറ്റർ വിൽസ്. ഇതിന്റെ വില 3.5 രൂപ തന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. ആ, എന്താ ശ്രദ്ധിച്ചിരിക്കുന്നത്? എന്നെ ഓർത്തിട്ട് തന്നെ. കാര്യം പറയൂ. ഗോപിയേട്ടന്റെ സാറിന്റെ കവിത ഞാൻ ഓർത്തുപോയി. ഒരു തിര പിന്നെയും തിര. ഓർത്തു നോക്കുമ്പോൾ അത് കടലിനേക്കാൾ ഉപരി എന്റെ ജീവിതവുമായി ചേരുന്നു. ചിരി വന്നുപോയി. എന്താ പങ്കമുള്ളത്? സാർ, എനിക്കൊരു കുഞ്ഞു പിറന്നു. ഓ, കൺഗ്രാറ്റുലേഷൻസ്. പണ്ടൊക്കെ ലഡ്ഡു, ജിലേബി, മൈസൂർ പാകൊക്കെ കൊടുക്കുമായിരുന്നു. ഇത് 4ാമത്തേതാ. ഇപ്പൊ ഒരു ചിട്ടയാക്കി ചുരുക്കി. ആൺകുട്ടിയാ. സാറ് തന്നെ ഒരു പേര് പറഞ്ഞു തരണം. രാജൻ നിൽക്കുന്നതാ നല്ലത്. വേണ്ട, രവി. രാജൻ രാജൻ നിൽത്താ മതി. കല്യാണം കഴിഞ്ഞില്ല, അതിനു മുമ്പ് കുഞ്ഞിന്റെ പേരിനെ ചൊല്ലി നമ്മൾ നടക്കുന്നത്. പങ്കമുള്ള ഒരു കാര്യം ചെയ്യും. രാജനെന്നോ രവിയെന്നോ ഏതെങ്കിലും ഒരു പേരിട്ടോളൂ. 2 നല്ല പേര്. ശരി. ഒന്നും മറന്നില്ലല്ലേ?